രീതി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാര് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ മീഡിയ വാർത്താ ചാനലുകൾ, ഈ ചാനലുകളിൽ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു കച്ചവടം നടത്തുന്നു. ആ കച്ചവടങ്ങൾ ആ കച്ചവടം ഞാൻ പൊളിച്ചു തരാൻ പോവുക. അവിടെ ആദ്യം 2 കച്ചവടം കാണിച്ചു തരാം. ഒന്നാമത്തെ കച്ചവടം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പാലക്കാട് നിന്നും ഒരു സഹോദരിയുടെ സംശയമാണ്. എന്റെ 4 വയസ്സുള്ള കുട്ടിക്ക് തീരെ പ്രാപ്തിയില്ല, നടക്കുന്നതിനിടയിൽ വീഴുന്നു, സംസാരവും കുറഞ്ഞു വരുന്നു, ചികിത്സകൾ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ദുആ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. സഹോദരി 786 തവണ ബിസ്മി ഓതി മന്ത്രിച്ച വെള്ളം സൂര്യോദയ സമയത്ത് കുഞ്ഞിനെ കുടിപ്പിക്കുക. ഒരു തവണ ഓതി മന്ത്രിച്ച വെള്ളം 7 ദിവസത്തോളം കുറേശ്ശെ കൊടുക്കാവുന്നതാണ്. 2, യാ ജലീലു യാ അല്ലാ 1000 തവണ ദിവസവും ഓതി ദുആ ചെയ്യുക. 3, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം യാ ജബ്ബാറു യാ അല്ലാ 208 തവണ ഓതി ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങളുടെ കുഞ്ഞിന് പ്രാപ്തിയും കഴിവും സാമർഥ്യവും നൽകുന്നതാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതാരാ പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുവാനോ ദിക്ർ ചൊല്ലുവാനോ ബിസ്മി ചൊല്ലുവാനോ എണ്ണവും കണക്കവും ഈ മുസ്ലിയാരെ പഠിപ്പിച്ചത് ആരാണ്? അതായത് ഇങ്ങനെ ഒരു കച്ചവടം ആരംഭിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചാൽ യഥേഷ്ടം ആളുകൾ വിളിക്കും. ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. നമ്മുടെ നീറുന്ന ആ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനൊരു അത്താണി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് അള്ളാഹുവിലേക്ക് ഇറക്കി വെക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തോട് പറയാറ്. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളൊരു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുകയാ, എന്നിട്ട് ജനങ്ങൾ പ്രശ്നം പറയുമ്പോഴോ അതിന് ഔഷധം നിർദ്ദേശിച്ചു കൊടുക്കുക. അത് ഖുർആൻ കൊണ്ടല്ലേ? ഖുർആൻ കൊണ്ടാകുമ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം വിളിച്ച് പറയുക. അപ്പൊ അത് കേൾക്കാൻ ഒരാൾ, അതും ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുക. എന്നിട്ട് താൻ നിർദ്ദേശിച്ചു കൊടുക്കുക. 756 പ്രാവശ്യം ബിസ്മി ചൊല്ലിയാ മതി, ഇത്ര പ്രാവശ്യം യാ ജബ്ബാർ ചൊല്ലിയാ മതി, ഇത്ര പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഈ ഇങ്ങനെ ചൊല്ലിയാൽ മതി എന്ന് നിർദ്ദേശിക്കുമ്പോൾ ഇവിടെ എവിടെയാ മൗലവി കച്ചവടം? ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇവിടെ എവിടെയാ മൗലവി കച്ചവടം? കച്ചവടത്തിന്റെ രൂപം വ്യക്തമായി കാണിച്ചു തരാം. അടുത്ത ഒരു പ്രശ്നപരിഹാരം കൂടെ കേൾക്കുക. അതൊക്കെ നമുക്ക് നാടൻ ശൈലി തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നപരിഹാര. അതിന് ഇയാൾ ഖുർആൻ കൊണ്ടും അതേപോലെ ആയത്തുകൾ കൊണ്ടും കച്ചവടം ചെയ്യുന്നുണ്ട്. ആ രീതി കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മൗലവിയുടെ അടുത്തതായി സംശയം ചോദിച്ചിരിക്കുന്നത് മുസ്തഫ കാസർഗോഡ് നിന്നുമാണ്. വീട്ടിലേക്ക് എപ്പോഴും തവളകൾ കടന്നു വരുന്നു, അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത കത്തുകൂടി വായിക്കുക. എന്റെ വീട്ടിൽ കടുത്ത എലിശല്യമാണ്, ഒരു പോംവഴി നിർദ്ദേശിച്ചു തരണമെന്നാണ് പറയുന്നത്. പാച്ചല്ലൂർ നിന്നും അഹമ്മദ് മൗലവി. എലിയും തവളയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് എഴുതിയ കവർ വയ്ക്കുക, 10 രൂപയുടെ സ്റ്റാമ്പും അയക്കുക. അല്പ ദീർഘമായ ദുആക്കളാണ്, ഇൻഷാ അല്ലാഹ് എഴുതി അയച്ചു തരുന്നതാണ്. അള്ളാഹു ഇത്തരം ശല്യങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശല്യത്തിൽ നിന്ന് കാക്കാൻ പോവാണ്. എലിശല്യം വന്നപ്പോ സംശയം, എലിശല്യം ഉണ്ട്, എന്ത് ചെയ്യണം? അപ്പോ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണെന്ത്? ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടി. അപ്പൊ സ്വാഭാവികമായി നമ്മൾ കരുതും ആ കവറിൽ കുറച്ച് എലിവശം തിരിച്ച് അയച്ചു കൊടുക്കാനായിരിക്കുന്നത് അല്ലേ? പക്ഷെ അങ്ങനെയല്ല, അതിൽ പ്രത്യേക ദുആ ഉണ്ട്. അത് പറഞ്ഞു കൊടുത്താൽ പറ്റില്ല, എഴുതി കൊടുക്കണം. എന്നാൽ എലിശല്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന വഴി എന്താ? ഒരു വീട്ടിൽ എലിശല്യം ഉണ്ടെങ്കിൽ ഒരു എലിപ്പെട്ടി മേടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ പോലെ. അതാണല്ലോ ഏറ്റവും സൗകര്യം. ഒരു എലിപ്പെട്ടി മേടിച്ചു വെക്കുക, കുറച്ച് എലിവിഷവും വെക്കുക, ശല്യം തീർന്നു കിട്ടും. തവള കയറി വരുന്ന വാതിലുകളും വഴികളൊക്കെ ഒന്ന് അടച്ചു വെക്കുക. ഇതിന് പ്രത്യേകമായ ഒരു ദുആ ഉണ്ട്. ഈ ദുആ ആരിരുന്നു? ഈ പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചു? അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചോ? പ്രവാചകന്റെ സഹാബികൾ പ്രാർത്ഥിച്ചോ? ഇങ്ങനെ എലിശല്യം ഉണ്ടായി, തവള ശല്യം ഉണ്ടായി, കൃമികീടങ്ങളുടെ ശല്യം ഉണ്ടായി. അപ്പോൾ ഒരു പ്രത്യേകമായ പ്രാർത്ഥന. ഇതാണ് പൗരോഹിത്യത്തിന്റെ ആ കരാളഹസ്തത്തിന്റെ രൂപം. ഇത് സമുദായത്തിൽ വേരൂന്നാൻ പോവുക. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ
ചോദ്യത്തിന് ഇങ്ങനെ മറുപടി പറയും. ഇന്ന ആയത്ത് ഓതിയാൽ മതി, ഇന്ന പ്രാർത്ഥന നടത്തിയാൽ മതി, ഇന്ന രീതിയിലൂടെ നീങ്ങിയാൽ മതി. ചില നിർദ്ദേശങ്ങൾ ഒരു 100,000 നിർദ്ദേശമാകുമ്പോ ആ നിർദ്ദേശങ്ങളെല്ലാം ഒരു പുസ്തകമാകും. ആ നിർദ്ദേശങ്ങളൊക്കെ ഒരു പുസ്തകമാകും. അപ്പൊ ഒരു കച്ചവടം നടക്കും. അതാണ് കാണാൻ പോകുന്നത്. നിർദ്ദേശങ്ങളെല്ലാം ഇനി സമാഹരിക്കുന്ന രീതിയുണ്ട്, അതുകൂടെ കണ്ടു നോക്കൂ. അൽ മഫാസിലേക്കുള്ള കത്തുകളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അൽ മഫാസ്, ഹൗസ് നമ്പർ 40, കമലേശ്വരം, തിരുവനന്തപുരം 9 എന്ന അഡ്രസ്സിൽ അയയ്ക്കുക. മൻസിൽ ആവശ്യമുള്ളവർ മണി ഓർഡർ അയയ്ക്കുക ഇതേ അഡ്രസ്സിൽ. ഒരു മൻസിലിന് 40 രൂപ, 2 എണ്ണം 60, 3 എണ്ണം 80, 4 എണ്ണം 100, ഈ രീതിക്ക് ആയിരിക്കും മൻസിലിൻ്റെ വില. അത് മണി ഓർഡർ അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ അഡ്രസ്സ് വ്യക്തമായി അയക്കണം. ധാരാളം മണി ഓർഡറുകൾ അഡ്രസ്സ് വ്യക്തമല്ലാത്തതുകൊണ്ട് തിരിച്ചയക്കപ്പെടുകയാണ്. അശ്രദ്ധമായി അഡ്രസ്സ് എഴുതാതെ ഫ്രം അഡ്രസ്സ് വ്യക്തമായി പേര്, വീട്ടുപേര്, സ്ഥലം, പോസ്റ്റ് ഓഫീസ്, ജില്ല, പിൻകോഡ് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി ഓർമ്മ. കേൾക്കുമ്പോൾ നമ്മൾ കരുതും വളരെ ആത്മാർത്ഥമായ പറച്ചിലാണ്. കാരണം ഒരു മനുഷ്യന് 40 റുപ്യ, 2 എണ്ണത്തിന് 60 റുപ്യ, 3 എണ്ണത്തിന് 80 റുപ്യ, 4 എണ്ണത്തിന് 100 റുപ്യ ലാഭമുള്ളൊരു പരിപാടി. എന്നിട്ടും കുറച്ചാ കൊടുത്തത്. 40 റുപ്യയുള്ള സാധനം വളരെ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ആത്മാർത്ഥതയുള്ള ഒരു പരിപാടിയാണ്. മൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ സമാഹരിച്ച പുസ്തകം. ഇതാണ് മൻസിൽ. ആ കച്ചവടം നടക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയിപ്പോ ആരാണെങ്കിലും ഇയാള് പറയുന്ന ഈ നിർദ്ദേശം ആരാണെങ്കിലും അടിച്ചു കൊടുക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ ഈ ഉപകാരം കിട്ടണമല്ലോ. കാരണം ഇത് ഇസ്ലാമിൻ്റെതല്ലേ. ഉദാഹരണത്തിന് ഞാനൊരു പ്രസ് തുടങ്ങി. ആ പ്രസ്സിൽ ഞാൻ ഖുർആൻ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പ്രിന്റ് ചെയ്യുന്ന വില ഈടാക്കി ഞാനത് വിൽക്കുന്നു. അപ്പോ വേറൊരാൾ എന്ത് ചെയ്തു? ഇരുട്ടിൽ പോയിട്ടൊരു പ്രസ് തുടങ്ങി. അയാളും കുറച്ച് ഖുർആൻ അടിച്ച് അയാളും വിൽക്കുന്നുണ്ട്. അപ്പോ ഈ 2 കച്ചവടം എന്താ? ശരിയാണ്, ഒരു കുഴപ്പമില്ല. ഓരോരുത്തരും അവരെ കൊണ്ടാകുന്നത് പോലെ കച്ചവടം ചെയ്യുന്നു, എതിരില്ല. പക്ഷേ ഈ വിഷയം ശരിയായ കച്ചവടമാണ് എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടെ കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതുകൂടെ കണ്ടുപോകും. പിന്നെ മൻസിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നിന്നും മിഡിൽ ഹിൽ പബ്ലിക്കേഷൻസ് എന്ന സ്ഥാപനം എൻ്റെ പേര് വെച്ച് വ്യാജമായി അച്ചടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഞാനും അതുമായി യാതൊരു ബന്ധവുമില്ല. അൽ മഫാസിന്റെ അഡ്രസ്സിൽ അടിക്കുന്ന മൻസിൽ മാത്രമാണ് ഞാൻ എൻ്റെ ദുആയും ഈ പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഉള്ളത്. അക്കാര്യം ശ്രദ്ധിക്കുക. കവർന്നെടുത്ത ഭൂമിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം സഹീഹാകാത്തതുപോലെ വ്യാജമായി അച്ചടിക്കപ്പെടുന്ന മൻസിലുകൾ വാങ്ങി ഓതിയാൽ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതല്ല. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ നിന്ന് അടിക്കണ ഖുർആൻ മേടിച്ച് ഓതിയാലേ കൂലി കിട്ടുള്ളൂ. ഇരുത്തിന്ന് വേറൊരാൾ അടിച്ചിറക്കുന്നുണ്ട്, വേറെ കമ്പനി അടിച്ചിറക്കുന്നുണ്ട്, ആ ഖുർആൻ ഓതിയാ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇതാണ് കച്ചവടം. ഇതാണ് പൗരോഹിത്യത്തിന്റെ രീതി. അതായത് താൻ ആളൊരു നിർദ്ദേശം തരാൻ പറ്റുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന് കരുതി വന്നിരിക്കുക, ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിരിക്കുക, എന്നിട്ട് ജനങ്ങളിൽ നിന്നും സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ പ്രയാസങ്ങളും കേൾക്കുക, എന്നിട്ട് അതിന് സ്വന്തമായി നിർമ്മിച്ച കുറെ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ആ നിർദ്ദേശങ്ങളെ സമാഹരിക്കുക, എന്നിട്ടത് വിറ്റ് കാശാക്കുക. അതേ നിർദ്ദേശം വേറൊരാൾ നിർദ്ദേശിച്ച് വിറ്റാല് അതിന് കൂലി കിട്ടൂല. ഇതാണ് പൗരോഹിത്യവും